പിശാച് എന്നത് വഴി തെറ്റിയ ഒരു അരൂപിയാണത്. ഹല്ലേലൂയ. പിശാച് എന്നത് വഴി തെറ്റിക്കുന്ന ഒരു അരൂപിയാണത്. സാത്താന്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൈവിക ജീവിതത്തിൽ നിന്ന്, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന്, ആത്മീയ ജീവിതത്തിൽ നിന്ന് വഴി തെറ്റിക്കുന്ന ഒരു അരൂപിയാണ്, ഒരു വ്യക്തിയാണ് പിശാച്. ഹല്ലേലൂയ. ഒരു വ്യക്തിയാണ്. അതിന് ഏതെങ്കിലും ഒരു നിസ്സാര സംഭവമായിട്ട് കണ്ടേക്കരുത്. ഇവിടെ അനേകര് ഇതിന്റെ അടിമത്തത്തിൽ പെട്ടുപോയിട്ട് രക്ഷപ്പെടാൻ പറ്റാതെ, അനുദമിക്കാൻ പറ്റാതെ തകർന്നു പോയ ചരിത്രമാണ് സഭയിലുള്ളത്. ഈ ബൈബിൾ മുഴുവൻ വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടെ എന്ന് പറഞ്ഞാൽ അത് ജീവനുള്ള ഒരു സങ്കല്പമല്ല പിശാച് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറയല്ല. ഹല്ലേലൂയ. നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല. അതായത് ദൈവം ഉള്ളതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പിശാചിന് ശക്തിയുണ്ട്. വഴി തെറ്റിയ മാലാഖയാണ് ആര്? സാത്താൻ. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഉന്നതിയിലിടുന്ന നമ്മൾ പറയുന്ന പോലെ യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ പുസ്തകത്തിൽ പറയുന്ന പോലെ വഴി തെറ്റിയ അഹങ്കാരം കൊണ്ട് നിബന്ധിച്ച അരൂപിയാണ്. എന്ന് പറഞ്ഞാൽ മാലാഖമാരെക്കാൾ മഹത്വം കൊടുത്തിരുന്നതാണ്. ഏറ്റവും ഉന്നത സ്ഥാനത്തിരുന്ന ആളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വഴി തെറ്റിയ പിശാച്, വഴി തെറ്റിക്കുന്നവനെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണുന്നത്. വഴി തെറ്റിക്കുന്നവനെ അത് നമ്മുടെ ഈ ആലയത്തെ വഴിതെറ്റിക്കും. ഈ ആലയത്തിന്റെ ശുശ്രൂഷകളെ വഴിതെറ്റിക്കും. ഇവിടെ ശുശ്രൂഷകരെ വഴിതെറ്റിക്കും. കാരണം ഈ സാത്താൻ ആരിലേക്ക്? പത്രോസ്ലീഹായിലേക്ക് കയറിയെങ്കിൽ, യൂദാസിലേക്ക് പ്രവേശിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും അതിനൊന്നും മുമ്പിലല്ല. കർത്താവ് നേരിട്ട് പരിശീലനം കൊടുത്ത, കർത്താവ് നേരിട്ട് പരിശീലിപ്പിച്ച, കർത്താവ് നേരിട്ട് കൂടെ കൊണ്ടു നടന്ന പത്രോസിനെയും യൂദാസിനെയും ഈ സാത്താൻ വഴിതെറ്റിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും അതിനേക്കാളും മെച്ചപ്പെടാൻ തോന്നുന്നുണ്ടോ? ആരും അല്ലേ? അതിനേക്കാൾ വലിയ ആളാണെന്ന് വിശുദ്ധരാരും ഇറങ്ങണ്ട. പരിശുദ്ധ അമ്മയും യേശുപിതാവും അതിശ്രേഷ്ഠം. അതുകൊണ്ടാണ് പറഞ്ഞത് പിശാചികളുടെ പരിഭ്രമമാണ് വിശുദ്ധ യേശുപിതാവ്. നാരകീയ സർപ്പങ്ങളുടെ തലയെ തീർക്കാൻ ക്രിസ്തുവിന്റെ അമ്മയായി തെരഞ്ഞെടുക്കപ്പെട്ടവള് എല്ലാവരും. അതാണ് ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയം. ജന്മഭാവമില്ലാതെ അനുഭവിച്ച ശുദ്ധമറിയം, പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട യേശുപിതാവ്. അത് സ്വർഗത്തിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പാണ്. അല്ലാത്ത ഒരു വ്യക്തി പോലും പാപം ചെയ്യാതിരുന്നിട്ടില്ല. അതുകൊണ്ട് ഈ പാപത്തിന്റെ പ്രലോഭനം എന്ന് പറഞ്ഞത് പിശാചിന്റെ വലിയ കെണിയാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ തിരിച്ചറിയണം, നമ്മുടെ കൃഷിയിടത്തിൽ ഇത് വരും, നമ്മുടെ വാഹനങ്ങളിൽ ഇത് ഉണ്ടാകും, നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലുണ്ടാകും. കാരണം ഈ അരൂപി, ഈ തിന്മയുടെ അരൂപി എവിടെയൊക്കെ പ്രവേശിക്കുന്നു? ഒരു വ്യക്തിയിൽ പ്രവേശിക്കും, ഒരു സ്ഥലത്ത് അതിന്റെ സാന്നിധ്യം ഉണ്ടാവും, ഒരു വസ്തുവിൽ അതിന്റെ പ്രസൻസ് ഉണ്ടാവും, ഒരു അന്തരീക്ഷത്തിൽ അതിന്റെ പ്രസൻസ് ഉണ്ടാവും, ഒരു രാജ്യത്ത്, ഒരു നാട്ടിൽ അതിന്റെ പ്രസൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഈ അരൂപി അങ്ങനെയുള്ള ചില കോളേജിൽ ചെല്ലുമ്പോൾ, ചില ക്യാമ്പസിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ ചില കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള ചില സ്ഥലത്ത് വീട് വാങ്ങിച്ചു കഴിയുമ്പോൾ അവിടെ പോയി താമസിക്കാൻ പറ്റുകയില്ല. ചില സ്ഥലത്ത് പോയി കൃഷി ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ കൃഷി ചെയ്യാൻ പറ്റുകയില്ല. ചില വ്യക്തികളോടൊപ്പം കൂട്ടുകൂടി യാത്ര ചെയ്യുമ്പോൾ, കൂട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ് പരാജയപ്പെടും. ഹല്ലേലൂയ. കാരണം എന്താണ്? ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്, ആ വ്യക്തി ഉപദേശിക്കുന്നത്, ആ വ്യക്തി നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ തിന്മയുടെ കെണികൾ കൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത്, കൊച്ചുകുട്ടികള് ചില തെറ്റായ പ്രേമബന്ധങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ എന്താണ്? അവർ തെറ്റായ ബന്ധങ്ങൾ ചെന്ന് കഴിയുമ്പോൾ അവർ വഴിതെറ്റിക്കപ്പെടും. അവരുടെ ശരീരം അശുദ്ധമാകും, അവരുടെ കണ്ണുകൾ വിശുദ്ധി നഷ്ടപ്പെടും. കാരണം ഈ സാത്താൻ നിരന്തരം പ്രലോഭന. അതുകൊണ്ട് ഇത് എപ്പോ വേണമെങ്കിലും, ഇത് ആരിലും വേണമെങ്കിലും സംഭവിക്കായത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് പറയണം, ഇത് ഭയങ്കര ഭീകരമാണ്, ഇത് ഭയാജനകമാണ്. ഇതിൽ നിന്ന് എപ്പോഴെങ്കിലും രക്ഷപ്പെട്ടില്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള വഴിയാണ് കുമ്പസാരക്കൂട്, അനുതാപം, തമ്പുരാന്റെ നോമ്പും ഉപവാസവും പ്രായശ്ചിത്തം. അതുകൊണ്ടാണ് പിശാചിനോട് യുദ്ധം ചെയ്യാൻ തന്നെ തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് എന്ത് ചെയ്തു? ഒരു കാര്യം ചെയ്യണം. ആരെ തോൽപ്പിക്കണം? പിശാചിനെ തോൽപ്പിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ മരുഭൂമിയിലേക്ക് കയറി. ദൈവത്തിന് വേറൊരു കാര്യം ചെയ്യുന്നു. സഭയുടെ തുടക്കത്തിൽ എന്താണ് മാർപ്പാപ്പയോട് പറഞ്ഞത്? ആദ്യത്തെ മാർപ്പാപ്പയോട് പറഞ്ഞത്, നരക കവാടങ്ങൾ ഈ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയാണ്. ഇത് ആദ്യം സഭയെ സ്ഥാപിക്കുമ്പോൾ ഓർക്കുക, ഈ സഭയിൽ നരക കവാടങ്ങൾ പ്രബലപ്പെടുകയല്ല. പൈശാചിക ശക്തികൾക്ക് അങ്ങനെ നിസ്സാരമായിട്ട് നിങ്ങളെ സഭയെ തകർക്കാൻ പറ്റിയല്ല. പക്ഷെ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പയായ പത്രോസിനെ തകർക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു സംഭവം തൊട്ടു പുറകെ കർത്താവ് കാണിച്ചു തന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞൊരു കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ കാണണം. എന്നിട്ട് പറയാണ്, അത് ആത്മീയമായ, അത് സ്പിരിച്വൽ, അത് അരൂപിയം, അതൊരു സ്ഥലത്ത് വരും, ഒരു വ്യക്തിയിൽ വരും. അതുകൊണ്ടാണ് പലപ്പോഴും ഇവിടെ വരുന്ന ആളുകൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള അന്ധകാര ശക്തികൾ കാണുന്നത്. ചില ആളുകൾ കൊണ്ടുവന്നിടുന്നത് ചില വീടുകളിൽ കൊണ്ട് കൂടോത്ര മന്ത്രവാദ ആഭിചാരങ്ങൾ ചെയ്തു വെക്കുന്നത്. കാരണം അത് സാത്താൻ ആരാധനയാണ്, അത് പൈശാചിക ശക്തിയാണ്. അത് അറിയത്തില്ലാതെ താൽക്കാലിക രക്ഷ കിട്ടുമെന്ന് കരുതി നമ്മളിൽ പലരും ചിലപ്പോൾ അതിന് പിന്നാലെ പോകും.
കാരണം എന്താണ്? ഇതൊരു സ്പിരിറ്റാണ്, ഇതൊരു അരൂപിയാണ്. അതാണ് എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം തരാമെന്ന് കർത്താവിനോട് പറഞ്ഞ ഈ പൈശാചിക ശക്തി ഇന്ന് ലോകത്ത് ജീവിക്കുന്നുണ്ട്, പണ്ടത്തേനേക്കാൾ ശക്തനായിട്ട്. ഹല്ലേലൂയ. പണ്ടത്തെ നമ്മുടെ പൂർവികരെക്കാൾ ശക്തരായിട്ട് ഈ പിശാച് ഇന്ന്, കാരണം അറിയോ, പാപം വർദ്ധിക്കും തോറും പിശാചിന്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലേ, തീയില് എണ്ണ ഒഴിക്കും തോറും അല്ലെങ്കിൽ പെട്രോൾ ഒഴിക്കും തോറും എന്ത് ചെയ്തു, അതിന്റെ ആളി കത്തി തുടങ്ങും. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇന്ന് പാപം വർദ്ധിക്കും തോറും, ലോകത്തിൽ ഇന്ന് തിന്മ വർദ്ധിക്കും തോറും എന്ത് ചെയ്തു, പൈശാചിക ശക്തി കൂടുതൽ ശക്തനായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു, സാധാരണ ഒരു മാമോദീസയുടെ സമയത്ത് നടക്കുന്ന മൈനർ എക്സോർസിസം. മാമോദീസ എന്താണ്? മൈനർ എക്സോർസിസമാ. മാമോദീസയുടെ സമയത്ത് നിങ്ങൾ തലതൊട്ടപ്പനായിട്ട് നിന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ അതിന് മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? പിശാചിനെയും അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ ഉപേക്ഷിക്കുന്നു. എന്തിനാ? ഈ 8 മാസം പ്രായമുള്ള, 8 ദിവസം പ്രായമുള്ള, 10 മാസം പ്രായമുള്ള, 1 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനോട് ചോദിക്കുവാണ്, പിശാചിനെയും അവന്റെ എല്ലാ ആധിപത്യങ്ങളെയും നീ കേട്ടിട്ടില്ലേ? അത് പിശാചിനെയും പിശാചിന്റെ എല്ലാ ആധിപത്യങ്ങളെയും നീ ഉപേക്ഷിക്കുന്നു. കാരണം എന്നറിയോ, ഒരു കുഞ്ഞ് മാതാവിന്റെ ഉദരത്തിലായിരുന്ന ഒരു കുഞ്ഞ് ഉത്ഭവ പാപത്തിൽ തന്നെ ആ കുഞ്ഞിൽ പാപാവസ്ഥയുണ്ട്, പിശാചിന് സ്വാധീനമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, മാമോദീസ വേളയിൽ എന്ത് ചെയ്യുന്നു, മൈനർ എക്സോർസിസം നടത്തുകയാണ് പുരോഹിതൻ. അതിനെ മൈനർ എക്സോർസിസം എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് തന്നെ ഒരു പ്രാർത്ഥന ചൊല്ലി ജ്ഞാനസ്നാന മാതാപിതാക്കൾ മറുപടി പറഞ്ഞു കഴിഞ്ഞ് പുരോഹിതൻ നെറ്റിയിൽ കുരിശ് വരച്ച് വെഞ്ചരിച്ച തൈലം കൊണ്ട് ആ കുഞ്ഞിനെ അതിന്റെ നെഞ്ചിൽ പൂശുന്നു, അതിന്റെ നെറ്റിയിൽ പൂശുന്നു. അതിന്റെ മേൽ വിശുദ്ധ ജലം തളിക്കുമ്പോൾ മൈനർ എക്സോർസിസം നടന്നു കഴിഞ്ഞു. ആ കുഞ്ഞിന്റെ ഉത്ഭവ പാപത്തിൽ, ആ കുഞ്ഞിന്റെ മാമോദീസ വരെയുള്ള എല്ലാ പാപങ്ങളും ഈ പുരോഹിതൻ എന്ത് ചെയ്തു, ബഹിഷ്കരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞിനെ മാമോദീസ കൊടുക്കാൻ വൈകിക്കുന്നത് എന്താണെന്നറിയോ, അത് വലിയൊരു തിന്മയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർക്ക് ഈ ദൈവശാസ്ത്രം ഒന്നും അറിയത്തില്ല. പക്ഷെ 8ാം പൊക്കം കൊണ്ടുപോയി കുഞ്ഞിന്റെ അമ്മ വന്നില്ലേലും കുഞ്ഞിന്റെ അമ്മയ്ക്ക് പള്ളി കയറാൻ പ്രവേശിക്കാൻ പറ്റിയില്ല, എന്ത് ചെയ്യും, 8ാം പൊക്കം കൊണ്ടുപോയി മാമോദീസ മുക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഗോത്രേസ്യ പണ്ഡിതൻ പറഞ്ഞത്, ഞാൻ എന്നെ മാമോദീസ മുക്കിയ ദിവസമാണ് എന്റെ ജന്മദിവസം. ഹല്ലേലൂയ. അന്നാണ് ഞാൻ ക്രിസ്തുവിൽ ജനിച്ചത്. ഹല്ലേലൂയ. ഞാൻ അപ്പനും അമ്മയിലൂടെയും ജനിച്ചു. അവരുടെ ശാരീരിക ബന്ധത്തിലൂടെ ഞാൻ അമ്മയുടെ ഉദരത്തിൽ വന്നെങ്കിലും ഞാൻ പിന്നീട് അമ്മയുടെ കൂടെ വളർന്നപ്പോൾ, ഞാൻ ഇങ്ങനെയുള്ള ജീവിതത്തിൽ വളർന്നപ്പോൾ എന്ത് സംഭവിച്ചു, എന്റെ ഉള്ളിൽ ഈ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ ഭൂമിയിലേക്ക് ജനിച്ച സമയം തന്നെ എന്റെ ഉള്ളിൽ പാപം പ്രവേശിച്ചു. ആ പാപത്തെ നീക്കിക്കളഞ്ഞ എന്താണെന്നറിയോ, മാമോദീസയിലൂടെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞിന്റെ മാമോദീസ കല്യാണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേ ആൾ വരുന്നതിന് വേണ്ടിയോ, വീട് പണി പൂർത്തിയാകുന്നതിന് വേണ്ടിയോ, വിദേശത്ത് നിന്ന് വരുന്നതിന് വേണ്ടിയോ ഒരു കുഞ്ഞിന്റെ മാമോദീസ വൈകിക്കരുതെന്ന് സഭ പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, സൗകര്യത്തിന് വേണ്ടി കുഞ്ഞിന്റെ മാമോദീസ 2 or 3 വയസ്സായാൽ പോലും കുഴപ്പമില്ല. ആദ്യ കുർബാന കൊടുക്കുന്നത്, പരിശുദ്ധ കുർബാന കൊടുക്കുന്നത് ഒരു കുഞ്ഞിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന പ്രവർത്തനമാണ്. പക്ഷെ അത് വൈകിക്കുന്നതൊക്കെ തെറ്റായ പ്രവണതയാണത്. ഹല്ലേലൂയ. അസിന്റെ കൂടുതൽ അങ്ങ് പറഞ്ഞു പോയെന്നുള്ളൂ. അതുകൊണ്ട് എന്ത് കേൾക്കണം, ഇതൊരു വ്യക്തിയാണ് പിശാച്. അത് വ്യക്തികളിൽ പ്രവേശിക്കും. അതുകൊണ്ട് വ്യക്തികളിൽ ഇത് പ്രവേശിക്കും. അത് തിന്മയുടെ അരൂപികൾ. അതായത് സഭ ജൈവജനമാണ്. അതുകൊണ്ട് സഭയൊന്നാകെ ഈ പിശാചിനെതിരെ പോരാടണം. അതുകൊണ്ട് മാർപ്പാപ്പ പോൾ ആറാമൻ മാർപ്പാപ്പ ഈ പ്രസംഗം പറഞ്ഞപ്പോൾ പറയാണ്, ഇറ്റ് ഹർട്ട്സ് മീ എ ലോട്ട്. ഇതെന്നെ ഒരുപാട് എന്നെ മുറിപ്പെടുത്തുന്നു ഈ ചിന്ത. ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണം. ഈ പ്രലോഭനം, ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പിശാചിന്റെ ഈ ശക്തമായ പ്രവർത്തനം എന്നെ ഒരുപാട് മുറിപ്പെടുത്തുന്നു. മാർപ്പാപ്പയുടെ വലിയൊരു വേദനയാണ്. മാർപ്പാപ്പയുടെ വലിയൊരു വേദനയത്. ഇവിടെ ഇതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ട് പോപ്പ് ബെനഡിക്റ്റ് മാർപ്പാപ്പ ജീസസ് ഓഫ് നാസറത്ത്, നസ്രത്തിലെ ഈശോ എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിന്റെ വോളിയം 1ാമത്തെ വോളിയത്തിൽ മാർപ്പാപ്പ പറയുന്നത്, ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയാണ്, അതായത് ഈ തിന്മ എന്നുള്ളതും തിന്മയുടെ അരൂപി എന്ന് പറഞ്ഞതും ദുഷ്ടാരൂപി എന്ന് പറഞ്ഞതും തമ്മിൽ 2 വ്യത്യാസമുണ്ട്. നമ്മൾ അതിനെ കാണുന്നത്. അതായത് ഇവിടെ അതുകൊണ്ടാണ് നമ്മുടെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2851 പറയാണ്, ഈ യാചനയിൽ നമ്മുടെ പിതാവിനോടുള്ള അവസാനത്തെ യാചന യേശുവിന്റെ പ്രാർത്ഥനയിലും പരാമർശിച്ചിട്ടുണ്ട്. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, പിന്നെയോ അവരെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും ഈ ലോകത്തിൽ നിന്ന് എടുത്ത് പെട്ടെന്ന് കൊണ്ടുപോകണം നല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. പകരം കർത്താവിന്റെ പ്രാർത്ഥന എന്താണ്? ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ആദ്യത്തെ വാക്ക് ഇങ്ങനെയാണെന്നറിയോ, ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണം. പക്ഷെ എന്ത് ചെയ്തു? അതിനെന്ത് ചെയ്തു? തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് എങ്ങനെയൊക്കെയോ അത് മാറിപ്പോയത്.